ഒരിക്കൽ നമ്മൾ മറ്റു വ്യക്തികളെ നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കരുത്. കാരണം മറ്റൊരു വ്യക്തികൾക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കുമ്പം പിന്നെ നമ്മൾ ബ്ലൈൻഡായി പോകും. കാരണം ആ വ്യക്തിക്ക് സ്ഥാനം കൊടുക്കാനുള്ള കാരണം എവിടെയോ നമ്മളിലൊരു അട്രാക്ഷൻ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എവിടെയോ നമ്മളിലൊരു ഭയം ഉണ്ടായിട്ടാണ്, എവിടെയോ ഞാനായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം ആ വ്യക്തിക്ക് അങ്ങനത്തെ സ്ഥാനം കൊടുത്ത് പോകുമ്പം പിന്നെ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് നമ്മൾ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. കുറേ ഫീലിംഗ് നമ്മൾ സപ്രസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ സമയമാകുമ്പം നമ്മൾ വെറുതെ ഇയാളുമായിട്ട് ഉടക്കും. ആ ഉടക്കുന്ന സമയത്തൊക്കെ നമ്മളെ ബോഡിയിൽ വരുന്നൊരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത് മനസ്സിലാകണില്ല. കാരണം എന്താ, നമ്മുടെ ബോഡി ഫുൾ ടൈം പ്രഷറിലാണ്. നമ്മളൊരു സീറോ സ്റ്റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇമ്മാതിരി മണ്ടത്തരങ്ങൾക്കും വിഡ്ഢിത്തരങ്ങൾക്കും പുറകെ ഓടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതാണെന്ന് നമ്മളറിയുള്ളൂ. ഒരു മുറിവ് പറ്റുന്നതൊന്നുമല്ല വേദന. നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ വേദന വേറെ ഒന്നുമില്ല. കാരണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ തന്നെ കുറേ കാലത്തിൻ്റെ അല്ലെങ്കിൽ കുറേ പാസ്റ്റിൻ്റെ വിക്ടിമായതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്തോരം എഫേർട്ടാണ്. അപ്പോൾ നമുക്ക് സമാധാനത്തിലിരിക്കുന്ന അവസ്ഥ കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ പ്ലാനിങ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത്രയും ആശ്വാസം നമ്മുടെ ശരീരത്തിൽ. അല്ലെങ്കിൽ നമ്മൾ ആരെയും വകവെക്കാൻ പോകുന്നില്ല. കാരണം എന്താ, നമ്മളെ വകവെക്കാത്ത ആളുകളാണ്. മറിച്ച് നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും ആഹാ. ഇപ്പം എൻ്റെ അമ്മ അവർ 15-ാം വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു. ഓക്കെ, ഈ 15-ാം വയസ്സിൽ കല്യാണം കഴിച്ച ആ ഒരു കുട്ടി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം കൺക്ലൂഡ് ചെയ്യപ്പെടുകയാണ്. ഇനി എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റിയും ആ ജീവിതം തകർന്നു പോയെന്ന സങ്കടവും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സത്യസന്ധത എവിടെയാണ് ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ഈ പാറ്റേൺസും ലൂപ്പുകളും മൈൻഡും ഒക്കെ ക്രിയേറ്റഡ് ആകുന്നത്. അവിടെ നിന്ന് പിന്നെ കല്യാണം കഴിച്ച് അടുത്ത റീപ്രൊഡക്ഷൻ. കല്യാണം തന്നെ ഒരു റീപ്രൊഡക്ഷനാണ്. കാരണം അവനവനായിട്ടിരിക്കുന്ന അവസ്ഥ മറ്റൊരാൾക്ക് പണയം വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ തീർന്നില്ല. പിന്നെ ആ റീപ്രൊഡക്ഷൻ്റെ മെനി ലൂപ്സാണ് ഈ കുട്ടികൾ, ബന്ധം, കുടുംബം, തേങ്ങ, മാങ്ങ, ചക്ക. ഓക്കെ, അങ്ങനെ ഈ കുട്ടികൾ ഉണ്ടായി വരുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നെപ്പോലെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകരുതെന്ന് വിചാരിച്ച് സത്യത്തിൽ അവരുടെ താല്പര്യമാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ താല്പര്യം അവർ പ്രൊജക്റ്റ് ചെയ്യുമ്പം നിഷ്കളങ്കയായ ഈ കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ അവരിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ആ അമ്മയുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അമ്മ ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ ഭാരത്തിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും താങ്ങാൻ പറ്റാതെ ആ കുട്ടിയും ഭയങ്കര ലോഡിലേക്ക് പോവാണ്. അങ്ങനെ പോണ കുട്ടികളാണ് ഈ പറയുന്ന മയക്കുമരുന്നും ഈ കഞ്ചാവും ഈ പറയുന്ന പഠിപ്പും ജോലിയും ഉദ്യോഗത്തിൻ്റെയും ഒക്കെ പുറകെ പോകുന്നത്. കാരണം തള്ളാരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പാരൻസാണ് ഇതിന് ഈ കുട്ടികളിലേക്ക് ഈ അനാവശ്യ ഭാരങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. മറിച്ച് ഇതിൽ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇതിൽ ഒരാളെങ്കിലും ഈ തലമുറകളായിട്ട് കൈമാറി വരുന്ന ലൂപ്പിനെ അവനവനിലിരുന്ന് ശ്രദ്ധിച്ച് ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോൾ ഫാമിലിയെ നമുക്ക് തന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. പക്ഷേ ഇത് നമ്മളെന്താ നോക്കണത്, ഒരേ അനാവശ്യമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഇവരിട്ട് തന്നുകൊണ്ട് നമ്മൾ വേറെ കുറേ ടൂറ്, എൻജോയ്മെൻറ്റ്, സിനിമ, അത് ഇതെന്നും പറഞ്ഞിട്ട് നമ്മളും വേറെ വഴിക്ക് പോവുകയാണ്. ആരും അവനവൻ്റെ കൂടെ ഇരിക്കാൻ തയ്യാറാവുന്നില്ല. അവനവൻ്റെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്കിത് പൊട്ടിച്ചെറിയാൻ പറ്റുള്ളൂ. ഒരു ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ കോൺഷ്യസ്ലി നടത്തിയാലേ ഇത് ഈ പറയുന്ന വിശ്വാസങ്ങളും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു പോവുള്ളൂ. പക്ഷെ നമ്മളിത് പൊളിക്കാൻ നിൽക്കണ്ടട്ടാ, നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൊളിക്കാൻ പോയാൽ ഇതുപോലത്തെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ നമുക്കും വരും. അതുകൊണ്ട് ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നമ്മൾ മൊത്തം ഫാമിലിക്കിട്ടുള്ള പണിയാട്ടോ, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനൊന്നും വേണ്ടിയിട്ട് നമ്മളാരും ഇറങ്ങിത്തിരിക്കുക മറ്റേ കോക്രോച്ച് പാർട്ടിനെ പോലെ
നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുക, ഒരു സിസ്റ്റത്തിനെ വെല്ലുവിളിക്കുക ഒന്നും ചെയ്യരുത്. നമ്മൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലിരുന്ന് നമ്മുടെ അഭിപ്രായം നമുക്ക് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിങ്ങനെയാവണമെന്നോ ഇനി നാളെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടാ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിത് നടത്തും, ഇല്ല. നമ്മളൊന്നും നടത്തണ്ട. നമ്മൾ നടക്കുന്ന ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ, നമ്മൾ ഒന്നിനെയും വെല്ലുവിളിക്കേണ്ട, ഒന്നിൻ്റെ പുറകെയും പോകണ്ട, ഒരു പ്രൊട്ടസ്റ്റും നടത്തണ്ട, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർ സത്യത്തിൽ നമ്മളെ പിന്നെ അവരെ ലിസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കി. കാരണം എന്താണ്, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇടയിലേക്ക് ഒരു തെറ്റുകാരനായ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഇറങ്ങി ചെല്ലുമ്പം അവർ ഇവരെ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളത് ഇവർ ഓൾറെഡി മറ്റുള്ളവരുടെ മക്കൾക്കും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പം ഇവർ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ട്രോമ ഇവരുടെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഉള്ളിൽ നിന്ന് ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം ഒരു 5-ാം വയസ്സിലോ 6-ാം വയസ്സിലോ ഒക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ കുട്ടീനെ പിന്നെ ഒന്നിനും കൊള്ളൂല എന്ന് ഇവർക്കറിയാം. കാരണം ഇവരുടെ കുട്ടിയാണല്ല. അപ്പം തന്നെ കാരണം ഇവരുടെ ഉള്ളിലുള്ള ആ ഇൻസെക്യൂരിറ്റി ഇവർ ഈ കുട്ടിയിൽ പ്രൊജക്റ്റഡ് ആവും പല സാഹചര്യത്തിൽ. നമ്മൾ ഈ മഞ്ഞ കണ്ണട വെച്ചാൽ എല്ലാം മഞ്ഞയായിട്ട് കാണുന്നത് പോലെ. അപ്പോൾ ഇവർ ഉള്ളിൽ നിന്ന് കുട്ടിയുമായിട്ടുള്ള ആ കണക്ഷൻ ഒഴിവാക്കുമ്പോൾ തന്നെ പിന്നെ ആ കുട്ടി സത്യത്തിൽ ഒറ്റപ്പെട്ട്, അങ്ങനത്തെ കുട്ടികളാണ് വളർന്ന് വലുതായി കല്യാണം കഴിച്ച് ഈ ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്ങിൽ ജീവിക്കുന്ന അവർ തന്നെയാണ് പിന്നീട് ഈ ഡ്രഗ്സും ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ പോണത്. ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലുള്ള സമാധാനമില്ലായ്മയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളോട് അത് ഞാൻ അടുത്ത വീഡിയോ, നിങ്ങളോട് ആരെങ്കിലും വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് വരെ വിഷമിച്ചിടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കണില്ലല്ലോ ഈ പൊട്ടനെന്ന് പറഞ്ഞ് നിങ്ങളാരെങ്കിലും നോക്കേ, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഇന്ന് വരെ വിഷമിച്ചിടോ? ഉണ്ടോ? ഞാൻ വിഷമിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറ്റിയല്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളോടൊരാൾ വെള്ളം കുടിക്കാൻ പറയുന്നത്, അപ്പം പോലും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമുള്ള ഒരളവിലേ നിങ്ങൾക്കിത് കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങളിലുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ആര് തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങളിലൊരു കുലുക്കുണ്ടാക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നിങ്ങൾക്ക് പറക്കാൻ കഴിയാത്തതിന് ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കൂലല്ലോ. പിന്നെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കാത്തതിന്, നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റാത്തത് അവരുടെ കണ്ണുകളിൽ അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനാ വിഷമിക്കണത്? എന്തിനാ നിങ്ങൾ അതിനും വേണ്ടിയിട്ട് പട എടുത്ത് പുറപ്പെടുന്നത്? ഒരു പടപ്പുറപ്പാട് നിങ്ങൾ നടത്തണ്ട. കാരണം നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ അറിയാനുള്ള ഭാഗത്തേക്ക് നിങ്ങൾ വരാത്തത് കൊണ്ടാണ് യു ആർ ഹാവിങ് എ പടപ്പുറപ്പാട്. അല്ലെങ്കിൽ അവിടെ ഒരു പടപ്പുറപ്പാടിൻ്റെ ആവശ്യമില്ല. സമാധാനത്തിൽ എടാ നിനക്ക് എന്തിനു കൊള്ളാം, നിനക്ക് പറക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ചിരിയല്ലേ ചിരിക്കുള്ളൂ. അങ്ങനെ ചിരിച്ചാൽ മതി. നീ എന്താ പെണ്ണ് കെട്ടാത്തത്, നിനക്കെന്താ ജോലി ഇല്ലാത്തത്, നീ എന്താ അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പെണ്ണും മക്കളെ ആ ചിരി എന്നും ചിരിക്കല്ലേ. എന്നെങ്കിൽ ആ ചിരി മാറ്റേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. സോ ഓൾവേസ് കീപ് ദാറ്റ് സ്മൈൽ ഇൻ യുവർ ഫേസ് ബിക്കോസ് വെൻ ഇറ്റ്സ് ദെയർ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, യു ലുക്ക് സോ വണ്ടർഫുൾ. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ പല സാഹചര്യത്തിലൂടെയും കടന്നു പോയിന്, പല നിസ്സഹായ അവസ്ഥയിലൂടെയും നിങ്ങൾ കടന്നു പോയിന്. ഓക്കെ, ആ കടന്നു പോയതിൻ്റെ ആകെ തുകയാണ് ഇപ്പോഴും നിങ്ങൾക്കൊരാളോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റാത്തതും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും നിങ്ങൾ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയും പൊസസീവ്നെസ്സും അറ്റാച്ച്മെൻറ്റും സഫറിങ്ങും എല്ലാ ചുക്കും ചുണ്ണാമ്പും അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 വയസ്സുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും, ഒരു 5 വയസ്സുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിലുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് തെളിച്ചവും കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഡീപ്ലി റൂട്ടഡായിട്ട് കിടക്കുന്ന ഒരുപാട് മുറിവുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താ?
ആർക്കും പറയാൻ പറ്റുമോ? ഒരു 20 മാർക്സിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ കമൻ്റ് ഇട്. അല്ല വേണ്ട, ഞാൻ തന്നെ പറയാം. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, കാരണം ഇത്രയും കാലം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്ന് പോയി, നമ്മുടെ സത്യസന്ധത നമ്മളിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് കുറേ കാലം ജീവിച്ചിനെങ്കിലും ഈ പറയുന്ന പല ഓർമ്മകളും, ഓർമ്മിക്കാത്ത ഓർമ്മകളും നമ്മുടെ ശരീരത്തിനെ നമ്മളിൽ നിന്ന് കംപ്ലീറ്റ്ലി മനസ്സെന്ന് പറയുന്നൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ശരീരത്തിലെ ഓർഗൻസും അവയവങ്ങളും ഒന്നും നോക്കി പരിപാലിച്ച് പോകേണ്ട വ്യക്തി ഇതിൽ നിന്ന് മിസ്സായി അയാളുടെ സ്വപ്ന ലോകത്തിൽ സ്വപ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ആ ഭാഗത്ത് നിന്ന് മാറിയിട്ട് ഈ ശരീരത്തിനെ മുഴുവൻ റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ ദ പവർ ഓഫ് നൗ എന്നുള്ള പുസ്തകമല്ല, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ പിടിച്ചിരുത്തി കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ച് പോകണം. അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഈ രക്തയോട്ടവും പ്രശ്നങ്ങളും തീർക്കാനുള്ള ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനുമായിട്ട് അബോധപൂർവമുള്ള അവൻ്റെ ശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ ശ്വാസം എടുക്കുന്ന ശരീരത്തെ ബോധത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവന് ഈ പറയുന്ന പവർ ഓഫ് നൗ ഫീൽ ചെയ്യാൻ പറ്റും. ആ പവർ ഓഫ് നൗ ഫീൽ ചെയ്ത് പോകുമ്പം ഈ പാസ്റ്റും ഫ്യൂച്ചറും പതുക്കെ ഈ ബോഡിയുടെ പാറ്റേണിൽ നിന്നും മാറും. സ്വപ്ന ലോകത്തുനിന്ന് അവൻ ശരീരത്തിലേക്ക് വരും. ശരീരത്തിൽ വരുമ്പം മുഴുവൻ ദുരന്തവും കാണുന്നത്. അതുകൊണ്ട് പിന്നെയും ഫാൻറ്റസി വേൾഡിലേക്ക് ഓടും, പിന്നെയും പിടിച്ചുകൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് എല്ലാ പ്രശ്നത്തെയും നമുക്ക് മാറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്. സോ ദ പവർ ഓഫ് നൗ. ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ കണ്ടില്ലേ, ഓപ്പറേഷൻ തൂഫാൻ, പിന്നെ ഓപ്പറേഷൻ എന്തൊക്കെ പറഞ്ഞിട്ട് മയക്കുമരുന്നിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുകയും വേണം, ചെയ്യുന്നുണ്ട്. അതൊക്കെ ആവശ്യം തന്നെയാണ്. പിന്നെ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള അക്കിടി എന്താണെന്നറിയാം. അതായത് നമ്മുടെ സർക്കാരുകളെന്ന് പറയുന്നത് മുഴുവൻ അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്താണ്? കള്ള് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, അതായത് മയക്കുമരുന്നിനെ അടിച്ചു ഓടിക്കാൻ നടക്കുന്നവർ ഒരു സൈഡിൽ കള്ള് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നികുതി എന്ന് പറയുന്നത് മദ്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മയക്കുമരുന്ന് തന്നെയാണ് ഈ മദ്യവും. അപ്പോൾ ആൾക്കാർക്ക് എന്താണ്, മയക്കുമരുന്ന് വേറെയും മദ്യം വേറെയും എന്നുള്ളൊരു ഭാഗത്തേക്കാണ് ആളുകൾ പോകുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും. നമ്മൾ താൽക്കാലികമായിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരോട് അഭിനയം കാണിച്ച്, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ത്രീകളുടെ കൂട്ടായ്മ, പുരുഷന്മാരുടെ കൂട്ടായ്മ, ആ താൽക്കാലിക കൂട്ടായ്മകളിലൊക്കെ പോയിട്ട് നമ്മളൊരു സമാധാനം കണ്ടെത്തുമ്പം നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. എങ്ങനെയാണോ സർക്കാർ മയക്കുമരുന്ന് നിരോധിച്ചിട്ട് കുടുംബം മുഴുവൻ നശിപ്പിക്കണ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഭർത്താവിനോട് നിങ്ങൾക്ക് അടിവെച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പുരുഷന്മാരുടെ കൂട്ടായ്മയിലേക്ക് പോകാൻ നിങ്ങൾക്കും വിശ്വാസമില്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ പല തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ആ പ്രശ്നമുള്ളത്. ഇവിടെ ഒന്നും ചെയ്യാതെ നമ്മൾ പോയിട്ട് ഈ പറയുന്ന കുറേ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സൂഫിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല ഇസങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അധികം ഉള്ളത്. അതെന്തുകൊണ്ടാണ്? കാരണം അവിടെ ആകുമ്പോൾ ആരും അങ്ങനെ സംശയിക്കില്ല. കാരണം അവർക്ക് ആ മനസ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കാൻ പറ്റും. പക്ഷേ റിയലായിട്ട് നോക്കുകയാണെങ്കിൽ അവരിയ്ക്കുന്ന അവസ്ഥ എപ്പോഴും അവർക്ക് ദുരന്തമാണ് കൊണ്ടുവരുന്നത്. ആക്ച്വലി റിപ്പയറിങ് വേണ്ടതും അവിടെയാണ് അല്ലേ? പക്ഷെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ കംപ്ലീറ്റ് ഡൈവേർഷനിൽ കറങ്ങി നടക്കുന്നു.
പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? അപ്പോഴാണ് സമാധാനം എന്ന് പറയുന്നത് തോന്നലായിട്ട് മാറുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഒറ്റ കാര്യം. എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യമുള്ളത് എന്ത്? ഈ സിസ്റ്റത്തിൻ്റെ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും അതിലേക്ക് വരാനില്ല എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ഓൾറെഡി കാലങ്ങളോളമായിട്ട് ഹാർമണി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പലതിനെയും അങ്ങനത്തെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ച് ഇതിനെ ഹാർമണിയിലേക്ക് കൊണ്ടുവന്നേ. ഒരു സംഭവം ഈ ലോകത്ത് ഇതിനെ തകർക്കാൻ ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല, ഇനിയിട്ടുണ്ടാവാൻ പോണുമില്ല. കാരണം എന്നും ഇത് ഇതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത് നിലനിൽക്കേണ്ടാത്ത കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നതിനെ കംപ്ലീറ്റ് ഇതെടുത്ത് കളയും. നിങ്ങളിതിൻ്റെ ഹാർമണി മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ജസ്റ്റ് മെയിൻറ്റെയിൻ ദ ഹാർമണി. ദ സിസ്റ്റം ഇറ്റ്സെൽഫ് വിൽ റിപ്പയർ എവറി അൺവാണ്ടഡ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിയാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ ഈ ലോകത്ത് പറ്റുള്ളൂ. ഈ ദൈവം വന്ന് പോലും അയാൾക്ക് ചോദിക്കണം നീ ഹാർമണിയിലാണോ അല്ലേ എന്ന്. ഡോക്ടറാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിന് സ്ഥാനം കൊടുത്താൽ അറിയാം ഞാൻ ശ്വാസം മുട്ടുന്നുണ്ടോ, ഞാൻ വിഷമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തിറങ്ങാനും പറ്റും. ഇതിന് നമുക്ക് ഒരു തെണ്ടിയുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവൻ മാത്രം. ഈ ലോകത്തുള്ള മുഴുവൻ അറിവുകളും നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അതൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട മുഴുവൻ അറിവുകളും ഈ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ അറിവുകളും നിങ്ങളിലേക്ക് വരും. അതും അനുഭവമായിട്ട് തന്നെ വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വെറുതെ സമാധാനത്തിൽ ഇരുന്നാൽ മതി. ഈ ഓട്ടം നിർത്തിയാൽ മതി. എന്നിട്ട് വളരെ റിലാക്സ് ചെയ്ത് നിങ്ങളെ ഫീൽ ചെയ്യുമ്പം എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങളിൽ തന്നെ തെളിയും. ഇത് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. കുറേ ഓടി പിന്നെയും പെട്ട് പിന്നെയും പെട്ട് ഇങ്ങനെ പോണത് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തത് മാത്രമേ വിഷയമുള്ളൂ. ഒന്ന് സമാധാനത്തിലിരുന്നേ കുറച്ച് സമയം. ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ വിളിച്ച്, അപ്പോൾ അവന് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലുള്ളതുപോലെ ഉണ്ടായി. അങ്ങനെ അവരൊരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയി. ജ്യോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞ് 3 മാസം കൊണ്ട് ഇങ്ങനെയും പിന്നെ വീട്ടിലെ ആൾക്കാർ കൂടും, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പം ഈ കൂടെ പോയ ആൾ ആത്മഹത്യ ചെയ്യാൻ വരെ, കാരണം അയാൾ അത്രയും പ്രശ്നത്തിലാണ്, മാനസികമായി തകർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. തിരിച്ചു വന്ന് ആൾ ആത്മഹത്യ ചെയ്ത്, അത് ഭയങ്കര ബ്രൂട്ടലി സൂയിസൈഡ് ചെയ്ത്. ഓക്കെ, അങ്ങനെ ഈ കൊണ്ടുപോയ ആൾ പിന്നെയും ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ അയാൾ പറഞ്ഞ് മുമ്പ് ഇങ്ങനെയും ഒരു പിന്നെ കൊലപാതകം അല്ലെങ്കിൽ ഒരു പാമ്പിനെയോ പഴുതാരയെയോ പല്ലിയെയോ കോഴിയെയോ എന്തിനെയോ ഒന്നിനെ ഇതുപോലെ നിങ്ങൾ ബ്രൂട്ടലി കില്ല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണിത് സംഭവിച്ച്, കുറച്ച് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പൊന്നും മക്കളെ, ഇമ്മാതിരി പെടലിൽ പോയി പെടരുത്. കാരണം ഏത് മനുഷ്യനും അയാൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈൻഡായിട്ട് ഒരാളുടെ അടുത്തേക്ക് വരുമ്പം ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൾ ഫുള്ള് പ്രശ്നത്തിലാണ് എന്നുള്ളത്. പിന്നെ ഈ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് അവർ മെഡിക്കൽ സയൻസിനെ പോലെയാണ്. ഒരുപാട് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ 25-50 വർഷം കൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ഈ ഭാഗത്തേക്ക് അവർ ഭയങ്കര ടാലൻറ്റഡ് ഉള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ടാവും. അവർക്കൊരാളെ കാണുമ്പോൾ തന്നെ ഇത് പറയാനുള്ള കഴിവ് നാച്ചുറലി ഈ ഭാഗത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവർ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇനി അവർക്ക് യാഥാർത്ഥ്യത്തിൽ ആ കഴിവുണ്ടെങ്കിലും ഞാൻ അവരെ കുറ്റം പറയുന്ന ഭാഗത്തേക്കല്ല പോണത്, മറിച്ച്
അങ്ങനത്തെ ആളുകൾക്ക് നമ്മളെ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വിട്ടുകൊടുക്കുമ്പം നമുക്ക് നമ്മളിൽ യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ള ഭാഗം വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുകയാണ് അടുത്തിരിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, കാരണം നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളോടൊരു കാര്യം 3 മാസത്തിനുള്ളിൽ നടക്കുമെന്ന് പറയുമ്പം ഈ നിസ്സഹായയായ ആളുകളിൽ ഈ രീതിയിലുള്ള പല ചിന്തകളും വന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, എന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ ഈ ലോകത്ത് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്താലേ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നും മരണം തന്നെയാണ് ഇതിൻ്റെ അവസാന വാക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരത്തിൽ പോയി ചാടുന്നതിൻ്റെ മുന്നേ ഒന്ന് ശ്വാസം എടുത്ത് നോക്കുക. ആ ശ്വാസത്തിന് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്കും യാതൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോണ സാഹചര്യങ്ങളും അതിനെ ഞാൻ എന്നിലെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരു ആത്മീയതയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പിണ്ണാക്കും എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യവും ഇല്ല. എനിക്ക് എൻ്റെ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ ഞാൻ ഫേസ് ചെയ്യണ കാര്യങ്ങൾ, ഫേക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഐ ആം ദ വേ ഐ ആം ഫേസിങ്. ഓക്കെ, അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രാക്ടീസും ഇല്ല. ഇതാണ് എൻ്റെ ഫുൾ ടൈം പ്രാക്ടീസ്. അതിന് വേണ്ടിയിട്ടുള്ള ചില ലൊട്ടിലൊടുക്ക് പരിപാടികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നത് അറിയുന്നവൻ പറയുന്നില്ല, പറയുന്നവൻ അറിയുന്നില്ല. അതുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. കുറേ ആൾക്കാർ വിളിക്കുമ്പോൾ ഓരോ കഥകളാണ്. ഞാൻ സംസാരിക്കുന്ന ഭാഗത്ത് എനിക്ക് എഫേർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം പുറത്തേക്ക് വരാനുള്ള ആ എഫേർട്ട് എന്തായാലും ബോഡിക്ക് ഉണ്ടാവും. അല്ലാതെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കഥകളെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു പൂച്ച, ഈ കിടക്കുന്ന പൂച്ച മ്യാവെന്ന് പറയുന്നതിന് പൂച്ചയ്ക്ക് എഫേർട്ട് ഉണ്ടോയെന്ന് ചോദിക്കണ പോലെ, ഇപ്പോൾ തത്ത സംസാരിക്കുമ്പോൾ തത്തയ്ക്ക് എഫേർട്ട് ഉണ്ടോയെന്ന് ചോദിക്കണ പോലെ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരാവശ്യവുമില്ല. ഞാനിരിക്കുന്നിടത്ത് ഞാൻ വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അത് നന്നായിട്ട് നടക്കണമുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിച്ചു പഠിച്ച കഥകളിലേക്ക് പോണതിൻ്റെ മുന്നേ, കാരണം അറിയുന്നവൻ പറയുന്നില്ല എന്ന് പറഞ്ഞ്, ഈ പറയുന്നില്ല എന്ന് പറഞ്ഞവന് പിന്നെ എങ്ങനെയാണ് മനസ്സിലായത് അവൻ അറിയുന്നവനാണ് എന്നുള്ളത്? മൊത്തത്തിൽ കോമഡിയാ. മൗനിയായിരിക്കണം, മുനിയായിരിക്കണം. മൗനിയായിട്ട് എന്താ കാര്യമുള്ളത്? മനുഷ്യന്മാരോട് പട്ടിയും പൂച്ചയും പോലും പരസ്പരം അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ മനുഷ്യന് ഈ കഴിവ് തന്നത് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് മുനിയായിട്ടും ഞാൻ മൗനിയാണ്, ഞാൻ സിദ്ധനാണെന്നും പറഞ്ഞിട്ട് ബലം പിടിച്ചുകാണ്ട് മിണ്ടാതെ നടന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രയോജനമില്ല. എനിക്ക് എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പറ്റണ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഫ്രിക്ഷനും ഇല്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് ഞാൻ മൗനിയായി മുന്നിയായി നടക്കുന്നത്? അങ്ങനത്തെ ഒരു മൈൻഡ് ആവണ്ട. ഞാനായിട്ടിരിക്കുന്ന ഭാഗം എൻ്റെ കയ്യിലുള്ളൂ. അതിൽ വളരെ ക്ലിയറാണ്, അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ, അച്ഛൻ, അമ്മ, പെങ്ങൾ, കുടുംബത്തിലുള്ളവർ, ഇങ്ങനെ ഇവരെയൊക്കെ നമ്മൾ ചില ദുരൂഹ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാണണ്ടാത്ത രീതിയിൽ ചില കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ, എനിക്ക് കിട്ടിയ എൻ്റെ ബുദ്ധിയിലും ബോധത്തിലും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത ചില കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ ഞാൻ കണ്ട് എന്നുള്ള തോന്നൽ എൻ്റെ ശരീരത്തിൽ എവിടെയോ ഇംപ്രിൻ്റ് ആയതിന് ശേഷം ആ ഇംപ്രഷൻസ് ഞാൻ വലുതാകുമ്പോഴും എന്നെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതായത് ഞാൻ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം ഞാൻ പതുക്കെ ഇങ്ങനെ നയിച്ചു കൊണ്ടുവരുന്നു. ഞാൻ ചിലപ്പോൾ കല്യാണം, അല്ലെങ്കിൽ എനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നിടത്ത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നിടത്ത് ഭയം, അല്ലെങ്കിൽ ആരെങ്കിലും നിയന്ത്രിക്കുന്നത് കാണുമ്പോൾ, ആരെങ്കിലും തല്ലുന്നത് കാണുമ്പോൾ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ
എൻ്റെ ശരീരം മാനസികമായിട്ട് തളർന്നു പോണ ഭാഗം. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സംഭവം വന്നാലും എൻ്റെ ബോഡിയെ അത് അപ്പാടെ തളർത്തുന്നു. പിന്നെ അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഒരു ഭയത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ മെമ്മറിയുടെയും സ്പെഷ്യാലിറ്റിയിൽ ഞാൻ എന്നെ സ്പെഷ്യലായിട്ട് കാണണം. ഓക്കെ, ഞാൻ സ്പെഷ്യലായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ ദുരന്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ സ്പെഷ്യാലിറ്റിയുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ അതെനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ട്രോമയും വെച്ചിട്ട് ഞാൻ ആരുമായിട്ടും സഹകരിക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ നീറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അത് നമ്മൾ എടുത്ത് കളഞ്ഞാലേ ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നിങ്ങൾ ജീവിച്ചിട്ട് ഒരു ദൈവവും ഒരു പടച്ചവനും നിങ്ങൾക്ക് ഒരു സ്വർഗവും തരാൻ പോകുന്നില്ല. കാരണം നിങ്ങളിപ്പോഴാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് ജീവിതമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിങ്ങൾ ഈ ലോകത്തിൽ എവിടെ പോയാലും ഇതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മളെ കൂടെ ഇരുന്ന് ഇങ്ങനെയുള്ളതിനെല്ലാം പൊക്കിയെടുത്തിട്ട് നമുക്ക് താല്പര്യമുള്ള ആളുകളുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്ത് ഇതിനെ ഡിസോൾവ് ചെയ്ത് കളയുക. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. മനസ്സിലായ? ഈ മുസ്ലിങ്ങളിൽ നിസ്കാരമുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നിന്ന് നിസ്കരിക്കും. നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പോകരുത്. കാരണം എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി ആദ്യം കിടന്ന് ഭൂമിയിലേക്ക് വരുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഇരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു, പിന്നെ അവൻ ജീവിക്കാൻ തുടങ്ങുമ്പം ഈ കിടത്തവും ഇരുത്തവും നടത്തവും ഒന്നുമല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഹോൾ യൂണിവേഴ്സലി അവൻ മാറുന്നത്. എന്നതുപോലെ തന്നെയാണ് ഈ നിസ്കാരമൊക്കെ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പതുക്കെ കരകയറി വന്നിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോളം വിശാലമാവുന്നതാണ് നിസ്കാരം, മെഡിറ്റേഷൻ എല്ലാം. പക്ഷേ ഇന്ന് പോണത് എങ്ങനെയാണ്? നിന്ന് നിസ്കരിക്കണം. അവനൊരു 25 കൊല്ലം നിന്ന് നിസ്കരിച്ച് എന്നുള്ള ഭാഗത്തെത്തുമ്പം ചെറിയ എന്തെങ്കിലും വയ്യായി വരുമ്പോൾ തന്നെ ഇത്രയും കാലം നിന്ന് നിസ്കരിച്ചതിൻ്റെ പവർ എടുത്തിട്ട് അവൻ പിന്നെ ഇരുന്ന് നിസ്കരിക്കാൻ നോക്കണ്. കാരണം അവൻ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. അത് കഴിഞ്ഞ് അവൻ കിടന്ന് നിസ്കരിക്കണ്. അത് കഴിഞ്ഞ് അവനെ കുഴിയിലേക്ക് കൊണ്ടുവെക്കണം. അതായത് കംപ്ലീറ്റ്ലി പുറകോട്ടാണ് പോണത്. ചത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ നിസ്കരിച്ചിട്ട്. മനസ്സിലായ? അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും 5 മിനിറ്റ് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ശവാസനത്തിലേക്ക് പോയിട്ട് ശവമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇരിക്കുമ്പം നമുക്ക് എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നമ്മളെ വ്യാപിപ്പിക്കുക വേണ്ടത്. ഇത് നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്ഷീണം വരുമ്പം നമ്മളെ ക്ഷീണത്തിന് വിട്ടുകൊണ്ട് നമ്മൾ ക്ഷീണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിന്ന് നിസ്കരിക്കണവനാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണ ഭാഗത്ത് കഴിവില്ലാത്തവൻ്റെ ഭാഗത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത്. നിന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ ആ നിസ്കാരം ജീവിതത്തിൽ സിങ്ക്രണൈസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും ഒരു പർട്ടിക്കുലർ ആക്റ്റിലേക്ക് പോകാതെ ജീവിതമേ നിസ്കാരമായിട്ട് മാറണം. അങ്ങനെ പറച്ചിലില്ലേ, ദുനിയാവേ ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ പറയണത് പോലെ. അങ്ങനെ ഇത് മുഴുവൻ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഹോൾ ഡേ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ അരമണിക്കൂർ, 1 മണിക്കൂർ, 5 മിനിറ്റ് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. യു ആർ മേക്കിംഗ് യുവർ ഗ്രേവ് യാർഡ് സോ സ്പെഷ്യൽ. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത് തുറന്ന് ഈ പ്രപഞ്ചത്തോളം വിശാലത ഞാൻ അനുഭവിക്കണം. ഇത് ഭയങ്കര രസമുള്ള കളിയാണ്. ഞാൻ ഇന്നതാണെന്ന് നമ്മൾ തീരുമാനിച്ച്, എങ്ങനെ നമ്മളെക്കൊണ്ട് ആരൊക്കെയോ തീരുമാനിപ്പിച്ച്, അതുകൊണ്ട് അതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച്. ഓക്കെ, ആ തെറ്റിദ്ധാരണ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മളിൽ ക്ഷീണവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് എൻ്റെ ധാരണ മാറ്റാൻ ശ്രമിക്കാതെ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ
ട്രീറ്റ്മെൻറ്റ് രോഗത്തിനായതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. കാരണം നമ്മൾ രോഗത്തിനെയാണ് ട്രീറ്റ് ചെയ്യണത്. മറിച്ച് ആ ധാരണ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിന് കാരണമായ ആ അവസ്ഥയിൽ നമ്മളിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് മാറ്റപ്പെടും. ഞാൻ ഈ ശരീരത്തിലാണ് എന്നുള്ള ഭാഗം, അല്ലെങ്കിൽ ഞാനിതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. മറിച്ച് ഇതിലിരുന്നു കൊണ്ട് തന്നെ ഞാനിതല്ല എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, ഞാൻ എന്താണെന്നുള്ള ഭാഗം അറിയാൻ സാധിച്ചാൽ പിന്നെ അവിടെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ, ഞാനുള്ളതല്ലേ. അതുകൊണ്ട് അതിനെ നന്നായിട്ട് അനുഭവിച്ചാൽ പോരെ. ഒരു വിഷയമില്ല, ഇത് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനുഷ്യന്മാർ തമ്മിൽ വെറുതെ സഹകരിച്ചാൽ മതി, വെറുതെ സഹകരിച്ചാൽ മതി. നിങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ കൂടെയുള്ള ആളെ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളഞ്ഞ് തൽക്കാലം നിങ്ങളെന്ന് പറയുന്ന ആ അവസ്ഥ മാറ്റിയിട്ട് കൂടെയുള്ള ആളുമായിട്ട് അങ്ങോട്ട് ചേർന്ന് നിന്ന് നോക്കിയേ. എന്തൊക്കെ, അതായത് ആ കൂടെയുള്ള ആൾക്ക് അതൊരു ചെറിയ കുട്ടിയാണ്, ഓക്കെ. അവരുമായിട്ട് നിങ്ങൾ ഞാനെന്ന് പറയുന്ന ആ ഭാവം മാറ്റിയിട്ട് അങ്ങോട്ട് മെർജായി, അങ്ങോട്ട് മെർജായി നോക്കിയേ. അങ്ങോട്ട് സഹകരിക്കുക, മനസ്സിലായോ? കാരണം ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാക്കി കാണാതെ നിങ്ങൾ കംപ്ലീറ്റ് ആ സ്നേഹം ഒരു വെള്ളം പോലെ അങ്ങോട്ടായി മാറുക. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് അവനവനിൽ പണിയെടുക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ, വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ റിസ്ക് എടുക്കും, ഓക്കെ. അതായത് ഒരു കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറയുമ്പം ചാടി കയറിങ്ങാണ്ട് നമ്മളത് ചെയ്തു കൊടുക്കാൻ പോകും. എന്തുകൊണ്ടാണ് നമ്മൾ ചാടി കയറി ചെയ്തു കൊടുക്കാൻ പോണത്? കാരണം ബാക്കിയുള്ള സമയത്തൊന്നും നമുക്ക് അറ്റൻഷൻ ഇല്ല. അപ്പോൾ ഇയാളൊരു കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തം റിസ്ക് ഏറ്റെടുത്തിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകും. ഇത് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് അപകടം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ അപകടങ്ങളിലേക്ക് ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. മറിച്ച് നമ്മളെ ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പം ഈ ശ്രദ്ധ വിട്ടിട്ട് അതിലേക്ക് ചാടിയിട്ട് ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനില്ല. ഈ ജീവിതത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കുടുംബത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ അടുത്തു നിന്നോ വേണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടേക്കോ ചില പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇനി ഒന്നും ചെയ്യണ്ട, നമ്മുടെ ഉള്ളിൽ പഴയ കാലത്തെ ചില അലട്ടുന്ന അനുഭവങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഈഗോ അങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽ വരാത്തത്. ശ്രദ്ധയിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആരാണോ എന്താണോ പറയണതെന്ന് നോക്കാതെ, അല്ലെങ്കിൽ എന്തിനാണോ പറയണതെന്ന് പോലും നോക്കാതെ കാള പെട്ടെന്ന് കേൾക്കുമ്പം കയറെടുക്കുന്ന ഒരു ശരീരമായിട്ട് നമ്മളുടേത് മാറും. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കണ ഭക്ഷണം ശ്രദ്ധിക്കാൻ പറ്റില്ല, കുടിക്കണം വെള്ളം ശ്രദ്ധിക്കാൻ പറ്റില്ല, നോർമലായിട്ടുള്ള ഓരോ അവസ്ഥയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, ഭയങ്കര ബോഡി, ഈ ബോണിൻ്റെ പിന്നെ പവർ കൂടുതൽ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേങ്കിൽ ആൾക്ക് ചെറിയ ചെറിയ പാർട്സുകളുണ്ടല്ലോ, അതായത് നമ്മുടെ ജോയിൻറ്റ്, ലിഗമെൻറ്റ്, ഇതിനൊന്നും യാതൊരു പവറും ഉണ്ടാവില്ല. ഇതിന് പവറില്ലാതെ, ജോയിൻറ്റിനും ലിഗമെൻറ്റിനും പ്രോപ്പർ പവറില്ലാതെ ബോഡിയിൽ ഫ്ലെക്സിബിലിറ്റി വരാൻ പോണില്ല. അപ്പം ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ശരീരം നമ്മളിൽ വേണം. അപ്പം മാത്രമേ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ റീച്ച് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ല കല്ല് പോലത്തെ ഒരു മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഒന്നായിട്ടേ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഒന്നല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ രോഗമായിട്ടും പ്രശ്നമായിട്ടും ദേഷ്യമായിട്ടും ഇതിനൊന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടും അവർക്ക് മനസ്സിലാവണില്ലെങ്കിൽ അവരുടെ ഒന്നായിട്ടിരിക്കാത്ത ഈ ശരീരത്തിനെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തിനെ ഇത് കൊല്ലാൻ വരെ മടിക്കില്ല. അത്രയും ക്ലിയർ
ക്ലിയറാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ എത്രത്തോളം ഈ പറയുന്ന ഉണ്ടാക്കി വെച്ച അവസ്ഥ മാറ്റിയിട്ട് ഉള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ക്ലിയറാവും. കാരണം നിങ്ങളായിട്ട് ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ അനുഭവിച്ചില്ലെങ്കിൽ ഇതിനെ ഒന്നിപ്പിക്കാൻ ഇതിന് കൃത്യമായിട്ടുള്ള വഴികളുണ്ട്.